ഹായ് നമസ്കാരം ഗേസ്. ഞാൻ BBSൻ്റെ ഇപ്പം നടന്ന ചെറിയൊരു ഇഷ്യൂ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അത് വേറെ ഒന്നുമല്ല, ഇപ്പോൾ ആ മുടി വെട്ടുന്ന ഒരു ഇഷ്യൂസ് വന്ന സമയത്ത് അവർ 3 പേര് 3 സ്റ്റാൻഡിൽ തന്നെയാണ് നിന്നത്. ബിഗ് ബോസ് കൊടുത്ത ആ സ്ഥലത്ത് തന്നെയാണ് 3 പേര് നിന്ന്. ഫസ്റ്റ് അനീഷ നിന്ന്. അനീഷ അത് വായിച്ചപ്പോൾ തന്നെ അനീഷിൻ്റെ വാ അടഞ്ഞു, ഉള്ള സത്യം പറയാനല്ല. രണ്ടാമത് ജ്യൂസ് കുടിക്കുന്നതായിരുന്നു. അത് അവൻ നിന്നപ്പം മൂന്നാമതാണ് നമ്മുടെ ജസിൽ നിന്നത്. ജസിലാണെങ്കിൽ അത് എടുത്തപ്പോൾ തന്നെ ജസിലെ മുടി വെട്ടണ ഒരു ടാസ്ക് വന്നപ്പോൾ ജസിലിന് അത് ഇവൻ കയറി അത്രയും ഷോ ഇറക്കേണ്ട അവിടെ ഒരു കാര്യമില്ല. ആര്യൻ അവിടെ ഷോ ഇറക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. കാരണം ആര്യനത് മുടി വെട്ടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആര്യന് അപ്പുറത്ത് പോയി നിന്ന് മുടി വെട്ടുക. ആദ്യം മുതലേ നമ്മുടെ അനീഷ് മിണ്ടാതായി. ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും അനീഷ് മിണ്ടിയില്ല. കാരണം അനീഷിനെ പേടിച്ച 7ൻ്റെ പണിയാണല്ലോ, അത് ഇതിലെ കൂടെ വരുമെന്ന് വെച്ചിട്ടാണ് ആ പാവം ആ നിപ്പ് നിന്നത്. പക്ഷെ ആരും മനസ്സിലാക്കിയില്ല. ഇവർ രണ്ടുപേരും കൂടെ ഇവൻ്റെ പുറത്തോട്ട് കയറി അവിടെ നിന്ന് ഇത്രയും മത്സരാർത്ഥികൾ അവൻ്റെ പുറമേ കയറുകയും ചെയ്യും. പിന്നെ ഈ അപ്പാനി ശരത്ത് എന്താ കാണിച്ചു കൂട്ടുന്നത്? അയാൾക്ക് നാണമുണ്ട്. അയാൾ അവിടെ കാണിച്ചു കൂട്ടിയ എല്ലാം ഈ പുറത്ത് പാട്ടാണ്. നമ്മളെല്ലാവരും കേൾക്കുന്നുണ്ട് അയാൾ എന്താ അവിടെ കാണിച്ചു കൂട്ടിയതൊക്കെ. പിന്നെ നമ്മളത് പറയണ്ട എന്ന് വിചാരിച്ച ഒരു ഫാമിലിയുള്ള മനുഷ്യനാണ് നമ്മൾ പറയുന്നത് മോശമാണെന്ന് വെച്ചാൽ മിണ്ടാതിരിക്കുന്നത്. അയാൾക്ക് ഇത്തിരി ഉളുപ്പും നാണോമാനുള്ളെങ്കിൽ ഇങ്ങനെ ഇത്രയും മനുഷ്യർ കാണുന്ന ഒരു ഗെയിമിൽ ചെന്ന് ഇങ്ങനത്തെ വൃത്തിയുടെ പരിപാടി ചെയ്യുമോ? അല്ല, നിങ്ങൾ തന്നെ പറ. അയാൾക്ക് കുടുംബം ഉണ്ടെന്ന് പറയുന്നു, എല്ലാം ഉണ്ടെന്ന് പറയുന്നു. അയാൾ ഇങ്ങനെ ഒരു ഫ്രോഡ് പരിപാടി അവിടെ പോയി ചെയ്യത്തില്ലല്ലോ. അന്നേരം അയാൾ നന്നായിട്ട് വേണം വേറെയുള്ളവരെ നന്നാക്കാൻ നടക്കാൻ. പിന്നെ അക്ബർ എന്തറിഞ്ഞിട്ട് ഇയാൾ തുള്ളുന്നത്? ഇല്ലെങ്കിൽ അക്ബർ പോയി അങ്ങ് മുടി വെട്ടാൻ ചെയ്യുന്നത് അതും ചെയ്യത്തില്ലല്ലോ. എന്നിട്ട് നമ്മുടെ ആര്യൻ പറയുന്നു എൻ്റെ മുടി മുറിച്ച് കഴിഞ്ഞാൽ എൻ്റെ അപ്പം മരിക്കുന്നപ്പോൾ ആ ഒരു ചടങ്ങ് ഞാൻ ചെയ്യത്തില്ല എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയൊക്കെയുള്ള നിബന്ധനകളുണ്ടെങ്കിൽ എന്തിനാണ് ഇവർ BBSനുള്ളിൽ വന്നത്? ഇവർ പുറത്ത് നിൽക്കാൻ ഇതിനൊക്കെ തയ്യാറായി എത്രയോ മനുഷ്യർ ഇവിടെ ഉണ്ട്. അത് ബിഗ് ബോസിനെ പറഞ്ഞാൽ മതി. അതിൽ ഈ പ്രോഗ്രാം നടന്ന സംഘടകരെ പറഞ്ഞാൽ മതി. കാരണം എന്തിനും യോഗ്യതയുള്ള ആൾക്കാരെ അകത്തോട്ട് കയറ്റി വിടുക. അല്ലാതെ ഇങ്ങനെ എന്താ പറയുക, ഈ ഷോ കാണിക്കാൻ 1 man ഷോ നടത്തുന്ന ആൾക്കാരെ ഒന്നും ദൈവത്തെ ഓർത്തി ബിഗ് ബോസ് അവരിൽ വെച്ച് ഈ പ്രേക്ഷരായി ഞങ്ങളെ ഇങ്ങനെ ഫൂളാക്കരുത്. കാരണം ഇതെല്ലാം വെറും മരവാഴകളെന്നല്ല, കുളവാഴകളാണ്. ഏത് വശത്തോട്ട് വേണമെങ്കിലും മരവാഴകളെന്ന് പറഞ്ഞാൽ അത് തിരുത്തിപ്പോവും, കുളവാഴകളെന്ന് പറയണം. ഈ കുളവാഴകളാകുമ്പോൾ എന്താ പറയുക, ഏത് ഒഴുക്കിനനുസരിച്ച് നീങ്ങിപ്പോവും. ആ ടീമാണ് ഇതെല്ലാം കുളവാഴകൾ, മരവാഴകളല്ല, കുളവാഴകൾ. അത് ഏത് സൈഡിലോട്ട് വെള്ളം ഒഴുകുന്നു ആ സൈഡിലോട്ട് നീണ്ടിപ്പോകുന്ന ആൾക്കാരാണ്. ആര്യന് പറ്റാത്ത കാര്യം എന്തുകൊണ്ട് അനീഷിന് ചെയ്യാൻ പറ്റുമെന്ന് ഇവരൊക്കെ പറഞ്ഞത് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഗെയ്സ്. അയാളുടെ ഗെയിമാണ് കളിച്ചത്. ഇത്രയും വിവരം കെട്ട മനുഷ്യരെയാണല്ലോ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നമ്മൾ കാണേണ്ടി വരുന്നെന്ന് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. കാരണം ഇത്രയും നല്ലൊരു ഷോ വെറും ഒരു പട്ടി ഷോ പോലെ ആക്കി കളഞ്ഞ്. സീരിയസ്ലി പറയാം ഗെയ്സ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ഓക്കെ, ബൈ ബൈ, ടാറ്റ.